കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവങ്ങളാകും നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു നല്ല സാവകാശം നൽകിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ എല്ലാവരും നല്ല ആത്മാവിൻ്റെ ആ ഒഴുക്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം മൈക്ക് ഓൺ ചെയ്യാതെ ഇരുന്നുകൊണ്ടിരുന്നത്, മ്യൂട്ടാക്കാതിരുന്നുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ അന്യഭാഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് തുറക്കുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്, തുറക്കുന്ന ദൈവമഹത്വമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഒരു നല്ലൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധിക നേരം ദൈവവചനം പറയുന്നില്ല. ആരിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിച്ചേര്. 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കിടക്കുന്നത്. ഒന്ന് ആ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ അത്രയും മതി. ഇത് പഴയ നിയമത്തിനകത്തുള്ള ഒരു അനുഗ്രഹീത വാക്യമാണ്. എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എന്നെ വല്ലാതെ ബലപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമാണിത്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. ഇവിടെ ദർശകനായ ഹനാനി യഹോവയുടെ രാജാവായ ആസിൽ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യമാണിത്. 7-ാം വാക്യം, നീ കടന്നു പോകുന്ന പരിശോധനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നീ ജീവനുള്ള ദൈവമായ യഹോവയിൽ ആശ്രയിക്കായക കൊണ്ട്, നീ അരാരാജാവിൽ ആശ്രയിക്കുക കൊണ്ട് അരാരാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പം ഇവിടെ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ഇവർ ഈ ആസ എന്ന് പറയുന്ന ഈ രാജാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അരാം രാജാവിൽ ആശ്രയിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുടെ നടുവിൽ നിങ്ങൾ ആരിലാണ് ആശ്രയിക്കുന്നത്? ദൈവത്തിലല്ല ആശ്രയിക്കുന്നതെങ്കിൽ അവരെ പറയുന്ന പദം യിരെമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് 17-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. 17-ാം അധ്യായത്തിൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ഏത് അവസ്ഥകളാകട്ടെ, അതിൻ്റെ എല്ലാം നടുവിൽ നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, യഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. ആരിൽ? യഹോവയിൽ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാം യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളുടെ നടുവിൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ ഏകാഗ്രചിത്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം താൻ തന്നെ ബലവാനെന്ന് കാണിക്കുന്നവനാണ്. ആ ബലം നിങ്ങളിൽ ബലവാനെന്ന് കാണിക്കുമ്പോൾ, അവൻ്റെ ശക്തി നിങ്ങൾ തുറക്കുമ്പോൾ, ആ ശക്തിയാൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തെയും ജയിപ്പാനുള്ള കൃപ അവൻ പകരും. അത് പകർന്നാൽ എന്തുണ്ടാകും? ദൈവം പ്രസാദിക്കും, യുദ്ധങ്ങൾ ഇല്ലാതാകും. കണ്ടോ നിങ്ങൾ, ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. എന്തില്ലാതാകും? യുദ്ധങ്ങൾ ഇല്ലാതാകും.
അപ്പൊ ഇതിൽ നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ. അപ്പൊ നേരെ തിരിച്ച് ഇതിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാലോ നിന്റെ യുദ്ധങ്ങളില്ലാതാകും, എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ തുടങ്ങും. നമുക്കിന്ന് രാവിലെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം വിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുഴപ്പം, ആളുകൾക്ക് പഠനം വർദ്ധിച്ചു, കഴിവുകൾ വർദ്ധിച്ചു, ബന്ധങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തൊരു പരിപാടി, ഒരാവശ്യം വന്നാൽ നമ്മൾ വേഗം നമ്മളുടെ ബന്ധങ്ങളിലാണ് നാം ആശ്രയിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലാണ് നാം ആശ്രയിക്കുന്നത്, നമ്മുടെ കഴിവിലാണ് നാം ആശ്രയിക്കുന്നത്. നമുക്കിന്ന് രാവിലെ ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ, അത് ഞാൻ എൻ്റെ ജഡത്തിൽ ആശ്രയിക്കുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ എനിക്ക് മറ്റൊന്നിലും ആശ്രയിക്കാനില്ല. എനിക്കുണ്ട്, എനിക്ക് ബന്ധങ്ങളുണ്ട്, അത്യാവശ്യം ആശ്രയിപ്പം ഘടകങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ ആശ്രയിക്കുമ്പോൾ നീ പറയും നീ ചെയ്യുന്ന ഭോഷത്വമാണ്, ഇനി മുതൽ നിനക്ക് യുദ്ധം ഉണ്ടാകും. അപ്പം ബന്ധങ്ങളിലോ വ്യക്തികളിലോ സമ്പത്തിലോ കഴിവിലോ ഒന്നും ആശ്രയിക്കാതെ നമുക്കിന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നേറാൻ തുടങ്ങിയാൽ ദൈവം നമ്മിൽ തന്നെത്താൻ ബലവാൻ എന്ന് കാണിച്ച് യുദ്ധങ്ങൾ നിർത്തൽ ചെയ്ത് ദൈവിക സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും അവൻ നിങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങും. നമുക്ക് ആ ഒരു നിലയിൽ ഇന്ന് രാവിലെ കണ്ടമാന വിഷയങ്ങൾ നിങ്ങളുടെ അകത്തുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങളായിട്ടുണ്ട്. ആ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. മറ്റ് ഒരു കുറുക്ക് വഴികളും ആരായാതെ, മറ്റൊരു മേഖലകളിലേക്ക് പോകാതെ എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. അവൻ സർവശക്തനാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവജ്ഞാനിയാണ്. നമുക്ക് ദൈവത്തിൽ മാത്രം ഉറയ്ക്കാം. ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു, എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ഷഖനദന അന്തൽ ഘടകദന ഷസ്കനാദിനാദന. ഇന്ന് രാവിലെ അങ്ങനെ പ്രവർത്തിക്കുന്നവന്റെ കരം വെളിപ്പെടും കേട്ടോ. ലഖതുരാദന ഷസ്കനാദിനാദന വിഭക്തരാബിനാദക പ്രൗഢപനഘടകദനം അന്തരാതിരാധന പ്രൗഷസ്കരാതിരാധനം ലഗത്തുരാധനാരഘടക ശസ്കനാദിരാധനാരഘടക പ്രൗഢപനഘടകദനം ശിവന്തരാദിനാരക പ്രൗഷസ്കനാദിരാധനം
ഞങ്ങളുടെ ലാസ്യങ്ങളില്ല അപ്പാ. ഹൃദയദൃഷ്ടി കർത്താവെ നിന്നെ നോക്കി മാത്രം ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. ഹൃദയ കണ്ണുകൾ നിന്നിലേക്ക് മാത്രം പ്രവർത്തിക്കുന്നത് കാണുവാനും കർത്താവേ ഞങ്ങളുടെ മേലെ ഷസ്കനാദിരാധന പ്രൗഷസ്കനാദിരാധനം കർത്താവെ ക്ഷാമങ്ങള് കർത്താവെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളും കർത്താവെ നന്മയില്ലാത്തമായിട്ടുള്ള എന്റെ കർത്താവെ കൈശാലിന്റെ ബന്ധങ്ങളൊക്കെ ഇല്ലാതാകിയ അങ്ങനെ ദൈവത്തിൽ ഏകാഗ്രചിത്തന്മാരായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ദൈവം ആകാശം കീറി ഇറങ്ങി വരുന്നവനാണ്. അത്ര ശക്തിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം 59, 60 അധ്യായങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. 60, 61 അധ്യായം നമ്മൾ വിശദമായിട്ട് ധ്യാനിച്ചിട്ടില്ല. 60 ചില വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. 61 അധ്യായത്തിൻ്റെ 1 വാക്യം, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം, ഞാൻ വാക്യം മാറ്റിയില്ല അല്ലേ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ദൈവം ഇറങ്ങി വരുമെന്നല്ലേ പഴയ നിയമ ഭക്തന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. ദൈവം ഡയറക്റ്റ് ഇറങ്ങി വരും. ഹെവൻ തുറന്ന് ആകാശം ചായ്ച്ച് ദൈവം ഇറങ്ങി വരും. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിക്കും. നീ ഇറങ്ങി വരും. മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. അങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടോ നമുക്ക് വേണ്ടി? ആ ദൈവം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ? അവൻ വിശ്വസ്തനല്ലേ? അപ്പം നമ്മളിവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് തിരിച്ചറിയാൻ വളരെ ലളിതമായ ചില വാക്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ കാണിക്കുന്നത്. വളരെ ലളിതമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും സഭകളിൽ പോയാൽ നമ്മൾ വാക്ക് കേൾക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണിത്. പക്ഷെ നമ്മുടെ അകത്തിത് ആക്റ്റീവ് ആകുന്നില്ല. എന്താ ഈ വാക്യം? ഒന്ന് വായിച്ചാലും ഒരാൾ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. ഒന്ന് വായിച്ചു. 5-ന്റെ 17-18. ഏലിയാവ്
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ആ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. ആ. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അയ്യോ, 12 × 3 36 6 42 മാസം ദേശത്ത് മഴ അടച്ചോ ഒരാളുടെ പ്രാർത്ഥന? അടുത്ത വാക്ക് അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ആകാശം തുറക്കുമോ? നമുക്കിതറിയാം, നമുക്കിത് അറിവായിട്ടുണ്ട്. ഇന്ന് രാവിലെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയോട് മേഘങ്ങൾ പോലും പ്രതികരിക്കും എന്ന് അങ്ങയുടെ വചനം പറയുന്നല്ലോ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. നീതിമാന്റെ പ്രാർത്ഥന സത്യയോടെ ഫലിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കണ്ടോ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇതാ നമ്മൾ ആദ്യം പറഞ്ഞത്. ആസയോട് പറയുകയാണ്, നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതിൽ നീ പരാജയപ്പെട്ടു, ചിന്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. നീ ആ രാജാവിന് നീ കുറെ ദാനങ്ങൾ കൊണ്ടേ കൊടുത്തു. 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഉണ്ട്. നീ ജഡത്തിൽ പോയി ആശ്രയിച്ചു. നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഷാസ്കനാദിന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെല്ലാം കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിൻ്റെ മക്കളായി രൂപപ്പെടുവാൻ, അവരെല്ലാം ദൈവ സ്വഭാവമുള്ളവരായി മാറേണ്ടതിന്, അവരെല്ലാം ആത്മതലത്തിൽ പ്രയോജനം അനുഭവിക്കുന്നവരായി മാറേണ്ടതിന്, ദൈവിക കൃപകളാൽ, കൃപാവരങ്ങളാൽ, ദൈവ സ്വഭാവത്താൽ ഒക്കെ നിറയേണ്ടതിനായിട്ട് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. അപ്പം നമ്മുടെ തലമുറകളെ ഓർത്തുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 മിനിറ്റ് വരെ പ്രാർത്ഥിക്കും. എല്ലാം മൈക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അവർ അടിമത്തുകളിൽ നിന്ന് പൊട്ടി പുറത്തു വരണം. ദൈവഹിതമല്ലാത്ത ഒരു ബന്ധത്തിൽ പോയി അവർ വീഴരുത്. അതുമാത്രമല്ല, ദൈവാത്മാവ് ഒരാൾ പോലും വഴിയിൽ നശിച്ചു പോകരുത്. അങ്ങനെ ദൈവാത്മാവിന്റെ ഒരു പ്രത്യേക കരം നമ്മുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുവാൻ എല്ലാം മൈക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 1-2 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചു. അടിമത്തങ്ങളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ, അവരെല്ലാം അനുഗ്രഹമായി മാറേണ്ടവനായിട്ട് അവരെല്ലാം ദൈവത്താൽ അവരുടെ ഡെസ്റ്റിനിയെ ദൈവാത്മ പൊളിച്ചു പണിയേണ്ടതിന് എല്ലാവർക്കും ദൈവാത്മ ബുദ്ധി തുറന്നു കൊടുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആകാശം തുറന്ന് മേഘങ്ങളോട് കൽപ്പിച്ച മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുവാൻ, മേഘങ്ങളെ അടയ്ക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങൾക്കായി, ഓരോ തലമുറകൾക്കായി, അവരുടെ പഠന മേഖലകൾക്കായി, അവരകത്ത് ബുദ്ധി തുറന്നു കൊടുക്കണവന്, ജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ടവന്, ദൈവിക വിശുദ്ധിയിൽ അവരെ നിറയ്ക്കേണ്ടവന്, ദൈവിക ഹോളിനെസ്സിലേക്ക് അവരെ മടത്തേണ്ടവന്, അപ്പാ അടുത്ത ഒരു തലമുറയെ അങ്ങ് പണിയേണ്ടതിന് കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അടുത്തൊരു തലമുറയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേലുള്ള എല്ലാ ഡിപ്രഷനുകളും, അന്തർമുഖമായ സ്വഭാവങ്ങൾ, ദൈവഗതം വിട്ടുള്ള യാത്രകൾ, ദൈവത്തെ അടുത്തറിയാതെ, ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ വണ്ണമുള്ള ജീവിതം, മതജീവിതം എല്ലാം പൊട്ടി പുറത്തു വന്ന് അവർ ക്രിസ്തുവിനെ അറിയുന്നവരായി, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരായി
ജ്വന്തരാപിന പ്രൗഢമന ഘടകതനം ശഖാപാര ശസ്കനാദിരാധനം ഈ മാതാപിതാക്കൾ ഏറ്റവും അധികം ഭാരപ്പെടുന്ന ഒരു കാര്യമാണ് തലമുറകളുടെ ആത്മീക ഭാവി. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര മറുപടി ഉണ്ട് കേട്ടോ. അതിന് ഏറ്റവും ഉദാഹരണമാണ് നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ 15-ാമത്തെ വയസ്സ് വരെ എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞാൻ പഠനത്തിനായിട്ട് എറണാകുളത്തേക്ക് പോകുന്നു. അതോടുകൂടെ ഞാൻ എൻ്റെ ഒരു ലൈഫിലേക്ക് മാറി. മറ്റൊന്നുമില്ല, സിനിമാ ഭ്രാന്തനായി മാറി ഞാൻ ആ കാലഘട്ടം മുതൽ. പിന്നെ ഞാൻ എൻ്റെ വഴികൾക്ക് ആർക്കും വിധേയപ്പെടാത്ത ഒരു വല്ലാത്ത സ്വഭാവത്തിന് അടിമയായി മാറി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇലക്ട്രീഷ്യൻ വർക്കിന് പോകുന്നു, പൊതുലോകവുമായിട്ട് ബന്ധപ്പെടുന്നു, വണ്ടി ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. ആർക്കും വിധേയപ്പെടാത്ത, ആരാധനകൾക്ക് പോകാത്ത, ആത്മീക കാര്യങ്ങൾക്കൊന്നിനും വിലയില്ലാത്ത, ഇതൊന്നും ശരിയല്ലെന്ന് പറയുന്ന ഒരു വികൃത സ്വഭാവത്തിന് ഞാൻ ഉടമയായി മാറി. അപ്പോഴും പെന്തക്കോസ്തുകാരനാണെന്ന് പറയുമെങ്കിലും നേരെ തിരിച്ച് ജീവിക്കാൻ തുടങ്ങി. ആരെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവിടെ അതുപോലെ ആരും പേടിയില്ലാത്തൊരു കാലഘട്ടം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ 2 കൈ ഡിസ്ലൊക്കേഷനായിട്ടാണ് ഞാൻ കർത്താവിലേക്ക് തിരിയുന്നത്. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു. ഒടുവിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്ലാൻ ഒരുക്കി കിടക്കുന്ന കിടക്കയിൽ എൻ്റെ വലത്തെ കൈ 7 പ്രാവശ്യം ഒരു രാത്രി ഒരു ദിവസം കൈ കുഴ തെറ്റിപ്പോയിട്ടുണ്ട്. കൈ കെട്ടിയിട്ട് മടക്കുകയാണ്. അങ്ങനെ വാടാനപ്പള്ളി കടലിൽ പോയി സ്പീഡ് ബോട്ട് വാടകയ്ക്കെടുത്ത് ഉൾക്കടലിൽ പോയി ഉറക്കുളി കഴിച്ച് മയക്കം വരുമ്പോൾ കടലെടുത്ത് ചാടി ചാവണം, മരിക്കണമെന്ന് ചിന്തിച്ച് കിടക്കുന്ന കിടപ്പിൽ ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി ചേരുന്നു. കൈ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. പിന്നെ എന്നെ ഈ 98 കർത്താവ് ഞങ്ങൾ 20 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു, ദൈവശക്തി ഇറങ്ങി വന്നു, ദൂതൻ ഇറങ്ങി വന്നു എൻ്റെ മുമ്പിൽ. ആ സമയത്ത് കർത്താവ് ഒരു കൃപാവരം എൻ്റെ മേൽ പകർന്നു. അങ്ങനെ ഞാൻ പ്രവചനവരം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ ചർച്ചുകളിൽ പോകുമ്പോൾ മുഴുവൻ മീറ്റിംഗ് കഴിയുമ്പോൾ അപ്പച്ചൻ്റെ കൂട്ടുകാരടുത്ത് വരും. എന്നിട്ട് പറയും, മോനെ, അപ്പച്ചൻ്റെ അകത്ത് നിന്നെക്കുറിച്ച് ഭയങ്കര വേദനയായിരുന്നു, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഇങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയച്ച് നിന്നെ ഞങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷകനായിട്ട് നിർത്തുമെന്ന് നിങ്ങൾ ആയുസ് ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞൊരു സാരാംശത്തിലേ ഉള്ളൂ. എത്ര കഠോരമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും മാതാപിതാക്കളുടെ, സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മുടെ തലമുറകളെ ദൈവഹിതത്തിലേക്ക് തിരിക്കാൻ പറ്റും കേട്ടോ. ഇന്ന് രാവിലെ നിങ്ങൾക്ക് പലർക്കും എൻ്റെ സാക്ഷ്യം അറിയാമെങ്കിലും ഒരു വാക്കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചത് പറയണം എന്നെൻ്റെ അകത്തൊരു ബോധ്യം വന്നു. എത്ര തകർന്നതിനെയും, എത്ര ഉടഞ്ഞതിനെയും, എത്ര വൈകൃതമായതിനെയും, എത്ര ദുഷ്ടഹൃദയത്തിൽ ജീവിക്കാൻ, എത്രത്തോളം ദൈവത്തെ വിട്ടാകുന്നു പോയാലും, എത്രത്തോളം അടിമത്തത്തിൽ പോയാലും, എത്രത്തോളം ദൈവത്തെ വിട്ടാകുന്നു പോയാലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ഒരപ്പൻ, വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്ന, ദൈവകരങ്ങളിലേക്ക് വെളിപ്പാടിലേൽപ്പിക്കുന്ന ഒരു മാതാവ്, ഒരു കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുനിശ്ചിതമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിച്ചത്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാം. ഭാര്യ, ഭർത്താവ്, ഒരു സഹോദരൻ, ഒരു സഹോദരി ചേർന്നുമാണുള്ള ഒരു കുടുംബം. കുടുംബ ബന്ധങ്ങളുടെ അകത്ത് കണ്ടമാനം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, കണ്ടമാനം അകൽച്ചകൾ ഉണ്ടാകുന്നു, കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കണ്ടമാനം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. തകരുന്ന കുടുംബങ്ങൾ ഈ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പല തലത്തിലുള്ള ആശയവിനിമയത്തിലുള്ള പ്രശ്നം കൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും
ഈഗോകൾ കൊണ്ടും നിഗളം കൊണ്ടും ഒക്കെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് എല്ലാ കുടുംബങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ കുടുംബങ്ങൾ ദൈവാത്മ പണിയാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളിലൂടെ കർത്താവ് തകരുന്ന കുടുംബങ്ങൾ പണിയാൻ തുടങ്ങും. ഏതൻ തോട്ടം മുതൽ ദുഷ്ടപിശാച് കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവാത്മ പണിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ ദൈവാത്മ പണിയുമ്പോൾ ദൈവാത്മ നിങ്ങൾ ദൈവിക കവനന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ച സന്ദേശത്തിനകത്ത് ദൈവാത്മ പറഞ്ഞൊരു പദം, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ പണിയപ്പെടുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ ദൈവിക നന്മകളാൽ നിങ്ങളുടെ കുടുംബങ്ങളെ റെസ്റ്റോർ ചെയ്യാൻ തുടങ്ങും. ഞാൻ ഈ വാക്യം കൊണ്ട് വായിക്കാം. പെട്ടെന്ന് എൻ്റെ അകത്ത് അത് ഉറപ്പോടെ ദൈവാത്മ തന്നതുകൊണ്ട് ഞാൻ ആ വാക്യം വായി. അവൻ നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, ആ വാക്യമല്ല, മുകളിലൊരു വാക്യം കൂടെ കിട്ടണം, 20-ാം വാക്യം കൂടെ കിട്ടണം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ റെസ്റ്റോറേഷന്റെ ദൈവം. കേൾക്കണം കേട്ടോ, പദം കേൾക്കണം കേട്ടോ. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് റെസ്റ്റോർ ചെയ്ത ദൈവം, തിരിച്ചെടുത്ത ദൈവം. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വീണ്ടും വീണ്ടും തിരികെ വാങ്ങിയ ദൈവം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ തിരികെ വാങ്ങിയവനായ ദൈവം, സമാധാനത്തിന്റെ ദൈവം, റെസ്റ്റോറേഷന്റെ ദൈവം, തിരിച്ചു പിടിച്ച ദൈവം, ഉടമ്പടിയുടെ ദൈവം. ആ ദൈവം, കേൾക്കണ്ടോ? അടുത്ത വാക്ക് ഇത്, ഈ ഫ്രേസ് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങളുടെ അകത്ത് കയറും. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടതിന് അവൻ നിങ്ങളെ എല്ലാ നന്മകളിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളിൽ നിവർത്തിക്കും. 3 വാക്കുകൾ, 3 പദപ്രയോഗങ്ങൾ വാക്യം 21 നിങ്ങളുടെ അകത്ത് കയറട്ടെ. 1, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ എല്ലാ നന്മകളിലും യഥാസ്ഥാനപ്പെടുത്തും. നന്മകളിൽ യഥാസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അവന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയും. 1, നന്മകളിൽ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. 2, നിങ്ങൾ അവന്റെ ഇഷ്ടം ചെയ്യും. 3, നിങ്ങൾ അവന് പ്രസാദമുള്ളത് ചെയ്യും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെ പ്രസാദമുള്ളത് ചെയ്യുവാൻ, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യേണ്ടവന്, നമ്മിൽ അവന്റെ ഇഷ്ടം ചെയ്യുന്നത് നിവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് ചേർന്നിരിക്കുന്നവനാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ ഇന്ന് രാവിലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും കർത്താവ് ദൈവിക നന്മകൾ യഥാസ്ഥാനത്താക്കി നമ്മളെല്ലാം ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ, പല നിലയിൽ തടയപ്പെട്ട നന്മകൾ, പല നിലയിൽ അകന്നുപോയ അവസ്ഥകൾ, പല നിലയിൽ തകർക്കപ്പെട്ട ജീവിത മേഖലകൾ, ശാരീരിക രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകൾക്കും ദൈവത്താൽ ഒരു പരിഹാരമുണ്ട്. ദൈവം യഥാസ്ഥാനത്താക്കുന്നവനാണ്. ഒന്ന് പ്രാർത്ഥിച്ചു മൈക്കിളെല്ലാം മുൻമുട്ടി ഇത് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ യഥാസ്ഥാനത്താക്കുന്ന ദൈവം, എല്ലാ നന്മകളാലും യഥാസ്ഥാനത്താക്കുന്ന ദൈവം, ദൈവത്തിന്റെ പ്രൊവിഷനുകൾ തുറന്നു വരും, ദൈവിക പ്രൊവിഷനുകൾ തുറന്നു വരും. ഷാപാരാപാന, ആ വാക്യം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഷാപ ലബന്ധുരാധന, ആ വാക്യം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവം റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ലബന്ധരാഭിരാമന പ്രൗഷമന ഘടകതനം കർത്താവേ, ഈ കുടുംബങ്ങളെ മുഴുവൻ അങ്ങ് റെസ്റ്റോർ ചെയ്യണവനായി, ഈ കുടുംബങ്ങളെ മുഴുവൻ അങ്ങ് തിരിച്ചു പിടിക്കണവനായി. Rajali Badira
യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച സമാധാനത്തിന്റെ ദൈവം, റെസ്റ്റോർ ചെയ്യുന്ന ദൈവം, യഥാസ്ഥാനത്താക്കുന്ന ദൈവം ഇന്ന് രാവിലെ ഈ കുടുംബങ്ങളെ മുഴുവൻ യഥാസ്ഥാനത്താക്കട്ടെ. യഥാസ്ഥാനത്താക്കുന്നവന്റെ കരം ഈ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ ഇന്ന് രാവിലെയും കടന്നു വന്ന് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുകയായിരുന്നല്ലോ. ഞങ്ങളിന്ന് രാവിലെ ധ്യാനിച്ചതുപോലെ അങ്ങയിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളുടെ അവസ്ഥകളുടെ നടുവിൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ, ജഡത്തിൽ ആശ്രയിക്കാതെ, ബന്ധങ്ങളിൽ ആശ്രയിക്കാതെ, ഞങ്ങളുടെ പഠനത്തിൽ, ഞങ്ങളുടെ ഉറവുകളിൽ ഞങ്ങൾ ആശ്രയിക്കാതെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ, അങ്ങാണ് ഞങ്ങളുടെ ഉറവെന്ന് വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ സ്വർഗം തുറന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ എല്ലാ നന്മകളിലും യഥാസ്ഥാനത്താക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഉടമ്പടിയുടെ ദൈവമാണല്ലോ. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് അങ്ങ് മടക്കി വരുത്തിയ ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങളെ എല്ലാ നന്മകളിലും യഥാസ്ഥാനത്താക്കി അങ്ങയുടെ ഹൃദയത്തിനകത്തുള്ള ലക്ഷ്യം നിവർത്തിപ്പാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ മക്കളുടെ മേലെല്ലാം ആ കരം വെളിപ്പെട്ട് വരുവാൻ, ദൈവത്തിന് അങ്ങയുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെല്ലാം ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ പലപ്പോഴും അതിൽ അകന്നു പോകുന്നു, വീണുപോകുന്നു. അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം തുറക്കണം. ഞങ്ങൾ ഈ കുടുംബങ്ങളെ മുഴുവൻ ഇന്ന് രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. പ്രിയ ശുദ്ധ വർഗീയ സിസ്റ്റർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കട്ടപ്പന തോമസ് ബ്രദർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഡെയ്സി ഡേവിസ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി ബാബു കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിനി ബാബു സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോണിയ പോൾ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർമ്മല ആൻറ്റി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സുശീല സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിന്ധുദാസ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. റോസിലെ ജോസഫ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ഡേവിസ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷീല ഈപ്പൻ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജേക്കബ് ബ്രദർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശോഭ എബി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ടീച്ചർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിറ്റി തോമസ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സുനു സൂസൻ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓമന സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷൈനി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരഞ്ജന രവി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗേളി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോളി ജോസഫ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വള്ളിയമ്മ സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയന്തി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോളി പൗലോസ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെസി ജേക്കബ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സുധാ തോമസ്, ബബിത റാണി കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ മോളി ജോസഫ് സിസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോളി പൗലോസ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. റീത്ത സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷീജകുമാർ സിസ്റ്റർ കുടുംബത്തിനായി, സജിനി സിസ്റ്റർ കുടുംബത്തിനായി, പ്രമീള സിസ്റ്റർ കുടുംബത്തിനായി, അഭിയേൽ അവരുടെ കുടുംബത്തിനായി, വിമല സിസ്റ്റർ കുടുംബത്തിനായിട്ട് ഈ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഇന്ന് രാവിലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാബു ബ്രദർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ലില്ലി സിസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡെൽഫി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പ്രസന്നകുമാരി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബീന വെള്ളറുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സൂസമ്മ സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിനി അഗസ്റ്റിൻ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റീന ഫിലിപ്പ്, രചന ഫിലിപ്പ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോജി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് സിൽവോ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാബിയ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സംഗീത സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബീന ബാലഗോപാലൻ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക സിസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. റോസ്മിൻ രാജു കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീനു സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉഷ
രാമകൃഷ്ണ ബ്രദർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ടമാന കുടുംബങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ മുന്നിൽ വരാത്തവരുണ്ടല്ലോ. ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവിക നിറവുകൾ വെളിപ്പെടുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ തുറന്നു വരുവാൻ, എല്ലാവരും കർത്താവിന്റെ ജീവനാൽ നിറയപ്പെടുവാൻ, യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി മാറുവാൻ, ഞങ്ങൾ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനാൽ നിറയപ്പെടുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ അങ്ങയുടെ നിറവുകളെല്ലാം ഞങ്ങളിലൂടെ തുറന്നു വരട്ടെ. കർത്താവേ അങ്ങയുടെ ജീവനാൽ, അങ്ങയുടെ മഹത്വത്താൽ, അങ്ങയുടെ വചനത്താൽ എല്ലാം ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ തൊടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ദൈവിക നന്മകളാലും ദൈവിക അനുഗ്രഹത്താലും ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ നിറച്ചതിനായി സ്തോത്രം. അങ്ങയുടെ മക്കൾ എവിടെ പോകുന്നുവോ, ആരെ കാണുന്നുവോ എല്ലാം ദൈവോന്മുഖമായി ഈ പകൽ വ്യത്യസ്ത പകലായി മാറണവനായി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി സൗഖ്യങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ബന്ധുമിത്രാദികളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങയുടെ കരം അവരെ തുടരണമേ. കർത്താവേ സഹായിക്കണമേ. വാതിലുകൾ അടഞ്ഞു കിടക്കുന്നവരുണ്ട്, വഴികൾ അടഞ്ഞു കിടക്കുന്നവരുണ്ട്. അങ്ങ് അവരെ തുടരണമേ. അങ്ങയുടെ കരം അനുകൂലമാക്കണമേ. കർത്താവ് അങ്ങനെ എല്ലാവിധ നന്മകളാലും അനുഗ്രഹത്താലും അങ്ങയുടെ ജനത്തെ ഇന്ന് രാവിലെ അങ്ങ് സ്പർശിക്കും, അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം പറയുന്നതിന് മുമ്പ് 2 അനൗൺസ്മെന്റുകൾ പറയുന്നു. ഒന്ന്, ഇന്ന് പകൽ നമുക്ക് 10:45 നമുക്ക് പകൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ബൈബിൾ കോളേജിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ രാവിലെ നമുക്ക് കർത്താവിൻ്റെ മേശ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ സന്ധ്യയിൽ ഉച്ച കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പും ചർച്ച് ഗ്രൂപ്പും ഈ 2 ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലാണ് ആഡ് ആകേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഒന്ന് സഭയുടെ ശാലോം ഗ്ലോബൽ ചർച്ചിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, 2 ശാലോം ഗ്ലോബൽ ബൈബിൾ കോളേജിൻ്റെ ഗ്രൂപ്പുണ്ട്. ഈ 2 ഗ്രൂപ്പുകളിലും കൃത്യമായിട്ട് ഇൻറ്റിമേഷൻ വന്നിരിക്കും. കണ്ടമാനം ഗ്രൂപ്പുകൾ നമ്മുടെ കെയർ ഓഫിലുണ്ട്. നാളെ നമുക്ക് രാവിലെ കർത്താവിൻ്റെ മേശ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 5:30 സെക്ഷൻ, പ്രാർത്ഥനാ സെക്ഷനിൽ. ഇന്ന് പകൽ 10:45 നമുക്ക് ബൈബിൾ കോളേജ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. Shalom. Shalom. Shalom.